ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഫിസിക്സ് എക്സാമിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഞാനിപ്പോൾ എക്സാം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഞാൻ എന്തായാലും എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ എക്സാം പൊതുവേ പറയുകയാണെങ്കിൽ എക്സാം എളുപ്പമായിരുന്നു. പക്ഷേ എനിക്ക് എക്സാം ഒരു കുഴപ്പമില്ല എന്ന റേഞ്ചിലാണ്. കാരണം ഞാൻ ഒരു ദിവസം മാത്രമേ ലീവ് കിട്ടിയുള്ളൂ. എനിക്ക് കെമിസ്ട്രിയുടെ ആ ദിവസം ഞാൻ കുറച്ചും കൂടി നോക്കിയത് ബയോളജി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എക്സാം കുറച്ച് ടഫായിരുന്നു. പക്ഷേ ഓവറോൾ പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു എക്സാം തന്നെയായിരുന്നു എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഞാൻ വൺ വേർഡ് പറയാം. വൺ വേർഡ് എനിക്ക് അത്യാവശ്യം തെറ്റിയിട്ടുണ്ട്. കുറച്ച് ഓപ്ഷൻ കൂട്ടാതെ തന്നെ തെറ്റിയിട്ടുണ്ട് എനിക്ക്. പിന്നെ ഒന്നാമത്തെ ആൻസർ എഴുതിയത് ടെമ്പറേച്ചറാണ്. രണ്ടാമത്തെ ആൻസർ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ഇൻക്രീസ് ആണോ അല്ലെങ്കിൽ സി ഒബ്ജക്റ്റ് ഹാസ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആണോ എന്ന്. പക്ഷെ ഞാൻ എഴുതിയത് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ഇൻക്രീസ് ആണ്, തെറ്റിപ്പോയി. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ മാസ് ഓഫ് ബോഡി. ഫോർത്ത് ക്വസ്റ്റ്യൻ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് ആയിരുന്നു ആൻസർ. ഞാൻ എഴുതിയത് ഹൈഡ്രോലൈറ്റിക് പാരഡോക്സ് എന്നാണ്. അതെന്തോ പെട്ടെന്ന് എനിക്കെന്തോ തോന്നുമ്പോൾ ഹൈഡ്രോലിറ്റിക് ഞാൻ വായിച്ച എന്തോ ഓർമ്മയിൽ ഞാൻ ഹൈഡ്രോലിറ്റിക് പാരഡോക്സ് എന്നാണ് എഴുതിയത്. അതങ്ങനെ തെറ്റി ഹൈഡ്രോസ്റ്റാറ്റിക് എന്നായിരുന്നു. പിന്നെ എനിക്കത് കത്തിയിട്ടുണ്ടായിരുന്നില്ല. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ ഫോൾസ് ആണ് എഴുതിയത്, അത് തെറ്റി. ദെൻ ആറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വാട്ടർ. സെവൻത്ത് ക്വസ്റ്റ്യൻ ആൻസർ എഴുതി. പിന്നെ എയ്ത്ത് ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടില്ല. നയൻത്ത് ക്വസ്റ്റ്യൻ ഞാൻ പറയട്ടെ, എനിക്ക് ഈ 2 മാർക്ക് സെക്ഷൻ കുറച്ച് ഡിഫിക്കൽട്ടായി തോന്നിയിട്ടുണ്ട്. പിന്നെ എയ്ത്ത് ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. നയൻത്ത് ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ, 12th, 13 and 14 ആണ് ഞാൻ എഴുതിയത്. പിന്നെ 3 മാർക്സിൻ്റെ സെക്ഷനിൽ ഫസ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യനും 16ാമത്തെ ക്വസ്റ്റ്യനും അത്യാവശ്യം സിമ്പിളായിരുന്നു. പിന്നെ 18ാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ എന്തോ അതിൽ തെറ്റിച്ചിട്ടുണ്ട് എന്ന്. 18ാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ബി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 21 സിമ്പിളായിരുന്നു. പക്ഷേ 21ാമത്തെ ആ ഗ്രാഫിൽ ഞാൻ എന്തോ മിസ്റ്റേക്ക് വരുത്തുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ 22ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് അത്യാവശ്യം ഓക്കെ ആയിരുന്നു. 23ാമത്തതും ഓക്കെ ആയിരുന്നു. 24 സിമ്പിളായിരുന്നു. 25 ഞാൻ ആ ഇക്വേഷൻ ഫുള്ള് മറന്നു. ആ ചാപ്റ്റർ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല, ടെൻഷൻ അടിച്ചിട്ടായിരിക്കും. പിന്നെ 5 മാർക്കിൻ്റെ സെക്ഷൻ അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ സിമ്പിളായിരുന്നു. അപ്പോൾ ഇതായിരുന്നു എനിക്ക് തോന്നിയ കാര്യങ്ങൾ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ എന്തായാലും ആൻസർ കീ നോക്കുന്നില്ല, കാരണം എനിക്ക് തോന്നുന്നില്ല. ആൻസർ കീ നോക്കിയാൽ പിന്നെ അത് ചിന്തിച്ചിരിക്കും. അതൊരു നല്ല അടുത്ത എക്സാമിനോട് പ്രിപ്പയർ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും ആൻസർ കീ നോക്കുന്നില്ല. നിങ്ങൾക്ക് എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ഫിസിക്സ് പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നു അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ ടഫായിരുന്നോ സിമ്പിളായിരുന്നോ എന്നൊക്കെ കമൻറ്റിൽ പറയാം. പിന്നെ ലാസ്റ്റ് വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു സീരീസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തോന്നിയപ്പോൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റിവ്യൂ ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ കൂടി ഒന്ന് കമൻറ്റിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.